എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം വീണ്ടും ലേക്ക് വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് പെഡൽ ബോട്ട് സർവീസ് കിട്ടിയിരുന്നില്ല. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒന്ന് പെഡൽ ബോട്ടിൽ ബോട്ടിംഗ് ചെയ്യണമെന്നുള്ളത്. ഇവിടെ വരെ വന്നിട്ട് ബോട്ടിംഗ് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ? ജന്മാഷ്ടമി ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ യൂട്ടിനെ കൊണ്ടൊരു രക്ഷയില്ല, ഒരു മിനിറ്റ് അനങ്ങാതെ നിൽക്കാതെ ഓട്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലേക്ക് വ്യൂവിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ലേക്ക് വ്യൂവിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. പുറത്ത് 1-2 കിലോമീറ്റർ വരെ ഇതേപോലെ നടക്കാനുള്ള പാതയും കുടുംബത്തോടെ ഇരുന്ന് ലേക്ക് ആസ്വദിക്കാനുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന സമയത്ത് അതിന് വഴി ഒരു കുതിരക്കാരൻ വന്നു. കുതിരയെ കണ്ടപ്പോൾ ഉണ്ണിയേട്ടനൊരാഗ്രഹം, കുതിരയിൽ കയറിയാലും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ യൂത്തിനെയും കൂട്ടി ഉണ്ണിയേട്ടൻ കുതിര സവാരിക്ക് ഇറങ്ങുവാണ്. അങ്ങനെ കുതിരക്കാരൻ അവരെയും കൂട്ടി മുന്നോട്ടേക്ക് നടന്നു. ഈ നടന്നു വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഒന്ന് കമന്റ് ആയിട്ട് ഇടണേ. യൂട്ട കുതിരമ്മലായിരുന്നെങ്കിൽ സൈഡിലെ പോയ ബലൂണുകാരനിലായിരുന്നു യൂട്ടന്റെ കണ്ണ്. ഇറങ്ങിയപാട് തന്നെ ഉണ്ണിയേട്ടനെ കൊണ്ട് ഒരു ബബിൾസ് കൈയോടെ വാങ്ങിപ്പിച്ചു. എത്ര ശ്രമിച്ചിട്ട് യൂട്ടിന് ബബിൾസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ എടുത്തുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നു. ഞാനത് വാങ്ങി യൂട്ടിന് ബബിൾസ് ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുത്തു. യൂട്ടൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ബബിൾസ് കണ്ടിട്ട്. ഞാൻ പറഞ്ഞു യൂട്ടൻ ഇതേപോലെ അമ്മ ആക്കിയതുപോലെ യൂട്ടനും ബബിൾസ് ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടി ബബിൾസ് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് യൂട്ടൻ ഉണ്ടാക്കിയ ബബിൾസ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. എങ്ങനെയുണ്ട് യൂട്ടന്റെ ബബിൾസ്? നന്നായിട്ടില്ലേ? കുറച്ചു നേരം പൂപ്പു ആക്കിയപ്പോൾ തന്നെ യൂട്ടിന് ബോറടിച്ച് അത് മൂടി വെച്ചു. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ബോട്ടിങ്ങിന്റെ അവിടെ തിരക്ക് കുറഞ്ഞത്. നമ്മൾ വേഗം തന്നെ പോയി ബോട്ടിൽ കയറി ചവിട്ടി മുന്നോട്ടേക്ക് തുഴയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നല്ല വെയിലായിരുന്നു. നമ്മൾ രണ്ടാളെ നന്നായിട്ട് വെയിലത്ത് പൊരിയുന്നുണ്ടായിരുന്നു. യൂട്ടിന് എൻ്റെ മടിയിലായത് കൊണ്ട് തന്നെ എനിക്ക് ചവിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ ഒറ്റക്കായിരുന്നു ചവിട്ടി മുന്നോട്ട് തുഴയുന്നുണ്ടായത്. ഉണ്ണിയേട്ടനും കാല് വേദന തുടങ്ങിയപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു യൂട്ടിനെ ഞാൻ എടുക്കാം, നീ കുറച്ച് ചവിട്ടുന്നു. അങ്ങനെ യൂട്ടനെ ഉണ്ണിയേട്ടൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ പെഡൽ ബോട്ടിംഗ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും അങ്ങനെ സാധിച്ചു. ലേക്ക് വ്യൂ പോയിന്റിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.